ചെറുപ്പത്തിൽ വായിച്ചിട്ടൊരു കഥ കണക്കാണ്. ഒരു കുട്ടി ഇങ്ങനെ പള്ളിയിൽ പോകേണ്ട ഒരു ദിവസം അവനിങ്ങനെ കൂട്ടുകാരുമായിട്ട് യാത്ര പോവുകയാണ്. അവരുടെ നാട്ടിൻ്റെയൊക്കെ ഒരു പശ്ചാത്തലത്തിൽ ഇങ്ങനെ കുതിരപ്പുറത്തുള്ള യാത്രയാണ്. യാത്ര മുമ്പോട്ട് പോകുമ്പോൾ പെട്ടെന്ന് ഈ കുട്ടി പറഞ്ഞ് ഞാൻ തിരിച്ചു പോവുകയാണ്. ഇപ്പം എന്താ കാര്യം ചോദിക്കുമ്പോൾ അവനൊരു കൂട്ടുകാരുടെ അടുത്ത് പറഞ്ഞു, ഇത്രയും നേരം എനിക്ക് എൻ്റെ പള്ളിയിലെ മണിനാഥന് കേൾക്കാൻ പറ്റുന്നുണ്ടായിരുന്നു. ഇനി മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ എന്നെ തിരിച്ചു വിളിക്കാനായിട്ടൊരു മണിനാഥം ഉണ്ടാവത്തില്ല. അപ്പം അതുകൊണ്ട് തന്നെ തിരിച്ചു വിളിക്കുന്ന ശബ്ദങ്ങൾ ഇങ്ങനെ മായുന്നതിന് മുമ്പ് മനുഷ്യൻ മടങ്ങണം. മനുഷ്യന് സഞ്ചരിക്കാം, പക്ഷെ ഈ സഞ്ചാരത്തിന് തിരിച്ചു വിളിക്കുന്ന ശബ്ദങ്ങൾ നിശ്ചിതമാകുന്ന വിധത്തിൽ ഉള്ള എല്ലാ യാത്രയും അപകടകരമാണെന്ന് വിചാരിക്കുന്ന ഒന്നാണ് ഈ സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത്. അടുപ്പം തന്നെയാണ് പ്രധാനം. എന്താ സ്പിരിച്വാലിറ്റി എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ പൊതുവെ പറയുന്നത് ആർട്ട് ഓഫ് ഡിഗ്നിഫൈഡ് റിലേഷൻഷിപ്പ് എന്നാണ് പറയുന്നത്. ഇങ്ങനെ കുലീനമായ സൗഹൃദങ്ങളുടെ കലയാണ്. അത് കൃത്യമായിട്ട് പാലിച്ചൊരളന്ന നിലയിൽ നിശ്ചയമായിട്ട് നമുക്ക് ഓർക്കാവുന്ന അനവധി നാമങ്ങളിൽ ഒന്ന് പരിശുദ്ധാവിൻ്റെ ആയിരിക്കും. ഈ കുലീനമായ ബന്ധങ്ങളുടെ കഥയാണിത്. അപ്പോൾ എങ്ങനെയാണ് ഞാൻ വിചാരിക്കുന്നത് ഈ നൂറ്റാണ്ടിൻ്റെ ഏറ്റവും വലിയ കണ്ടുപിടുത്തം എന്താ? വ്യത്യസ്തമായ അഭിപ്രായം ഉണ്ടാകാം. ഞാൻ മനസ്സിലാക്കുന്നത് നിങ്ങളുടെ കൈവശം കരുതുന്ന ആ മൊബൈൽ ഫോണാണ് ഈ നൂറ്റാണ്ടിൻ്റെ ഏറ്റവും വലിയ കണ്ടുപിടുത്തം. എവിടെയായിരിക്കുമ്പോഴും നിങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നു. ഏതോ ഇങ്ങനെ കാനഡിയൻ നഗരത്തിലൂടെയോ ഗ്രാമത്തിലൂടെയോ ജോലി ചെയ്യുന്ന കുട്ടി മകൻ നിങ്ങൾ ഈ പുലരിയിൽ വിളിച്ചിട്ടുണ്ടാവുക, അമ്മ ഇത്തിരി അങ്ങോട്ട് മാറി നിന്നാൽ കുറച്ചൊരു വെട്ടം കിട്ടും, നമ്മുടെ മുഖം ഒന്ന് കണ്ടോട്ടെ. അപ്പം ഞാൻ വിചാരിക്കുന്നു ഈ നൂറ്റാണ്ടിൻ്റെ കണ്ടുപിടുത്തമെന്ന് എന്തെങ്കിലും ഒരു കാര്യം വിശേഷം അർഹിക്കുന്നുണ്ടെങ്കിൽ അത് മൊബൈലാണ്. സഞ്ചരിച്ചുകൊണ്ടിരിക്കുമ്പോഴും നിങ്ങൾ അകലങ്ങളിൽ ആവരുതെന്നുള്ള ആഗ്രഹമാണ് ഈ മൊബൈൽ എന്ന് പറയുന്നത്. ബേസിക്കലി മനുഷ്യൻ്റെ ഏറ്റവും വലിയ ഭയം ഈ അകന്നു പോകുക എന്നുള്ള ഭയമാണ്. എല്ലാ അകലങ്ങളെയും വീണ്ടെടുക്കാൻ വന്ന ഒരാളെന്ന നിലയിലാണ് നമ്മൾ യേശുവിനെ പരിചയപ്പെടുന്നത്. എഫേസ്യർ നമ്മൾ വായിച്ച് കേൾക്കുന്നുണ്ട്, ഇങ്ങനെ ഇടമതിലുകളൊക്കെ തകർത്തൊരാണ്. മനുഷ്യനും തമ്മിൽ ഉയരാവുന്ന എല്ലാത്തരം മതിലുകളും ഇല്ലാതെയാക്കിയ ഒരാളുടെ പേരാണ് യേശു. യേശു പുരോഹിതനാണെന്നൊക്കെ നമ്മൾ പറയുന്നുണ്ട്. നമ്മളിപ്പോൾ മനസ്സിലാക്കുന്ന കണക്കുള്ള ആചാരവുമായിട്ട് ബന്ധപ്പെട്ട ഒരു പദമല്ല പുരോഹിതൻ എന്ന് പറയുന്നത്. പുരോഹിതൻ എന്ന് പറഞ്ഞ വാക്ക് നിങ്ങളതിൻ്റെ എറ്റിമോളജി പരിശോധിക്കുകയാണെങ്കിൽ ആ പൊന്തിഫക്സ് എന്ന് പറഞ്ഞൊരു വാക്കാണ്. പൊന്തിഫക്സ് എന്ന് പറഞ്ഞ വാക്കിൻ്റെ അർത്ഥം പാലപ്പടിയിൽ നടന്ന ബ്രിഡ്ജ് മേക്കർ. അവരിലേക്ക് ആത്മീയ പക്വത കിട്ടിയ എല്ലാ മനുഷ്യരുടെയും ആദ്യത്തെ ഒരു വിചാരം എന്ന് പറയുന്നത് മതിലുകളില്ലാതെയാവുകയും പാലങ്ങൾ പണിയുകയും ചെയ്തൊരു കാലം വരെ. അവസാനം വരെ നമ്മളിങ്ങനെ പ്രതിരോധിക്കേണ്ട മതിലുകളെയാണ്. മനുഷ്യൻ മാത്രമേ മതിലുകൾ ഉയർത്തുന്നത്. ഈ പാലം പണിയാന്നുള്ള ദേവദൂതന്മാരുടെ പ്രക്രിയയാണ്. അപ്പോൾ ആ അർത്ഥത്തിലാണ് ഇങ്ങനെ യേശുവിനെ വേദപുസ്തകം പരിചയപ്പെടുത്തുന്നത് പോലെ ഇങ്ങനെ ഇടമതിലുകളൊന്നും ഇല്ലാത്തൊരാൾ. അവരിലിങ്ങനെ ഈ വിജാതിയെന്നോ യഹൂദെന്നുള്ള ഇടമതിലില്ലാതെ പോയി, സ്ത്രീയെന്നോ പുരുഷനോ ഇടമതിലില്ലാതെ പോയി, ഈ പറയുന്ന അടിമയെന്നോ ഉടമയെന്നുള്ള ഇടമതിലില്ലാതെ പോയി. അത്തരം പ്രകാശമുള്ള ചിത്രം പശ്ചാത്തലത്തിലുണ്ടാകും. അതിലേക്ക് എങ്ങനെയാണ് നമുക്ക് ചില ബേബി സ്റ്റെപ്സ് നടത്താമെന്നുള്ളതാണ് നമ്മുടെ വിചിന്തനം. ചില ചുവടുകളൊക്കെ നമ്മൾ വെച്ച് തുടങ്ങട്ടെ. ഈ മതിലുകളില്ലാത്ത ലോകത്തെ സ്വപ്നം കാണുമ്പോഴാണ് അതിനകത്ത് ഒരു 3 രീതിയിൽ അതിനൊന്ന് വളരെ വേഗത്തിൽ പറഞ്ഞ് അവസാനിപ്പിക്കാമെന്ന് ഞാൻ വിചാരിക്കുന്നത്. ഒന്നൊരു വെളിപാട് ആവശ്യമുണ്ട്, റെവലേഷൻ. നിങ്ങളുടെ ബുദ്ധി കൊണ്ട് നിങ്ങൾക്ക് കുറുകെ കടക്കാവുന്ന വിധത്തിൽ സരളമല്ല ഈ ദേശത്തിൻ്റെ മതിലുകൾ. അത്ര ഭംഗിയായിട്ട് മനുഷ്യൻ മതിലുകൾ അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു സമൂഹത്തിലാണ് നമ്മൾ ജനിച്ചു വളർന്നത്. മതിലുകളെ കുറിച്ച് ആർക്കും ഒരു ബുദ്ധിമുട്ടില്ല. വിദേശത്ത് നടന്നിട്ടുള്ള എല്ലാ കാര്യങ്ങളും എടുത്തുള്ളൂ. എത്ര ആഴത്തിലാണ് ഒരു ഭാരതീയ നിലയിൽ നമ്മളിൽ ഇങ്ങനെ മതിലുകൾ ആഴപ്പെട്ടുള്ളത്. എല്ലാം മതിലുണ്ട്. അങ്ങനെ എന്തിനും ഉചിതമായൊരു സ്ഥലമാണെന്ന് എനിക്കറിഞ്ഞുകൂടി. ഈ ദിവസങ്ങളിലൊക്കെ സംസാരിക്കുമ്പോൾ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഒരു വ്യക്തിയെക്കുറിച്ചാണ്. ഈ ദേശത്തെ ഏറ്റവും നല്ലൊരു സുവിശേഷ പ്രഘോഷകൻ. അത് ഈ സമൂഹത്തിൻ്റെ ഭാഗമായിരുന്നു. ഞാനിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്ന എനിക്ക് ഏറ്റവും കൂടുതൽ സ്നേഹിതരുള്ള ഈ മാർത്തമ സമൂഹത്തിൻ്റെ ഭാഗമായിരുന്നു. എന്നിട്ട് എന്ത് സംഭവിച്ചു?
ഒരു ദിവസം ഈ പറഞ്ഞ ആള് താൻ നെഞ്ചോട് ചേർത്ത് പിടിച്ച ബൈബിള് ഇവിടെ നിന്ന് അധികം അകലെയില്ലാത്തൊരു പള്ളിയുടെ മുറ്റത്തുകൊണ്ടേ കത്തിച്ചു. ഇങ്ങനെ ഞാൻ വന്ന മതത്തെക്കാളേറെ മതിൽ ഇവിടെ ഉണ്ടെന്ന് തിരിച്ചറിഞ്ഞപ്പോഴാണ്. പൊയ്യലപ്പച്ചൻ്റെ കാര്യം പറയുന്നത്, താൻ വന്ന മതത്തിനകത്തെ മതിലുകളും ശ്രേണികളും ഇത്രയും ഒരു ഭാവനയുള്ളൊരു ഹൃദയത്തെ മുറുകിയപ്പോൾ അതിനകത്തൊരു മുക്തി എന്ന നിലയിൽ കണ്ടെത്തിയ ഒരു ധർമ്മമായിരുന്നു ഇതാണ്.